കോഴിക്കോട് ബൈപ്പാസ് പന്തീരങ്കാവിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ടോൾ പിരിവിനെതിരെയാണ് പ്രതിഷേധം. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായി പ്രതിഷേധം, വിവരങ്ങൾ. ഹാഷ്മി കൃഷ്ണ, നമ്മളിപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിലാണ്. ഇവിടെ അല്പസമയം മുൻപ് ഈ ടോൾ ബൂത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിന് സമീപത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തതെങ്കിൽ ഇപ്പോൾ ടോൾ ബൂത്തിന് മുന്നിൽ അവർ നിൽക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. അവർ പറയുന്നത് ഈ ദേശീയപാതയുടെ പണി പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ടോൾ പിരിക്കാൻ കഴിയുക? ദേശീയപാതയിലെ ഈ ടോൾ പിരിക്കുമ്പോൾ സ്വാഭാവികമായും നടപ്പാക്കി കൊടുക്കേണ്ട കുറെ സൗകര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അനുബന്ധ റോഡുകളുടെ, സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കുക എന്നുള്ളത്. അത് ചെയ്യാതിരിക്കുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലപാട്. ഇപ്പോൾ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അദ്ദേഹമാണ് ഈ ടോൾ നമ്പർ 1 മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. പോലീസും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏത് നിമിഷവും പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കാം. അപ്പോൾ കാര്യമായിട്ടുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഈ ഒളവണ്ണയിൽ ഒരുപക്ഷെ വെങ്ങളം രാമനാട്ടുകര റീച്ചിലെ പന്നിയങ്കരയിലെ ഈ ടോൾ പ്ലാസയിൽ ഈ ടോൾ ആരംഭിക്കുന്നുവെന്ന് അറിയിച്ച ഘട്ടം മുതൽ തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് നിലവിൽ 340 രൂപ നിരക്കിലൊരു പാസ്സാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 340 രൂപ അടച്ച് അവർക്ക് എത്ര തവണ വേണമെങ്കിലും കടന്നു പോകാമെന്നറിയിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേതാക്കൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നിലയ്ക്കും വാഹനങ്ങൾ കടത്തിവിടില്ല. ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കും വരെ, അതായത് അവർ പറഞ്ഞത് ടോൾ പിരിക്കുന്നത് ഞങ്ങൾ എതിരല്ല, പക്ഷേ പണി പൂർത്തിയാകാതെ ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ പണി ഇനിയും പലയിടത്തും പൂർത്തിയായിട്ടില്ല. ഒരു പാലത്തിന്റെ പണി പൂർത്തിയാകാനുണ്ട്. ഇപ്പോൾ പൂർത്തിയായ സർവീസ് റോഡുകൾക്ക് തന്നെ വീതി നന്നേ കുറവാണ്. ഒരു വാഹനത്തിന് പോലും കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ നിലപാട്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുകയും കോൺഗ്രസ് ഇതൊരു ജനകീയ വിഷയമായി ഏറ്റെടുക്കുകയും ടോൾ പിരിവ് അവസാനിപ്പിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ഇന്നലെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രതിഷേധം ടോൾ പിരിവ് അവസാനിക്കും വരെ തുടരുമെന്നാണ് അറിയിക്കുന്നത്. എന്നാൽ പോലീസ് അല്പസമയത്തിനകം നിന്ന് കൂടുതൽ പോലീസ് സേനയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ കാര്യമായ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ന് കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പോലീസ് പറയുന്നത് അധിക സമയം ബൈപ്പാസ് ആണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകാനുള്ളതാണ്, വാഹനങ്ങൾ ബ്ലോക്ക് ആക്കി ഇടാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നാണ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അധിക സമയം വൈകാതെ തന്നെ സംഘർഷത്തിലേക്ക് എത്താൻ ഇടയുണ്ട്. കാര്യം പോലീസിന് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന കാരണങ്ങൾ ന്യായമാണ്. ആ സർവീസ് റോഡിന്റെ പണി കൃത്യമായി പൂർത്തിയാക്കി ടോൾ പിരിക്കുക എന്ന് പറയുന്നത് ന്യായമാണ്. അത് അവർ കേൾക്കുന്നതാണ് അവർക്ക് നല്ലത്. അതാകും ഗുണകരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.